ഹലോ. അങ്ങനെ ഡിസംബർ ഒക്കെ ആയില്ലേ. അപ്പം നമുക്ക് ക്രിസ്മസ് ഒക്കെ വരാറായി. അപ്പോൾ ക്രിസ്മസിന് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ വീട്ടിലെങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം കേട്ടോ. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഈ ഒരു ക്രിസ്മസ് ട്രീ തയ്യാറാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ ഓരോ സാധനങ്ങളും നമ്മൾ കുറേ അധികം വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. വെറും 200 രൂപയ്ക്കാണ് ഈ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കും? അതെ കേട്ടോ, വെറും 200 രൂപ മാത്രമാണ് ഈ ഒരു ക്രിസ്മസ് ട്രീ തയ്യാറാക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ക്രിസ്മസ് ട്രീ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലെ കുറച്ചധികം പഴയ ന്യൂസ് പേപ്പറാണ് കേട്ടോ. ഇതൊക്കെ ഒട്ടുമിക്ക വീടുകളിൽ ഉണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള വീടുകളിൽ നിന്നായാലും വാങ്ങിയിട്ട് ഇതുപോലെ. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു ഷീറ്റ് ഇതേപോലെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് കറക്റ്റ് ലെവലാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നന്നായിട്ട് റോൾ ചെയ്തതിന് ശേഷം ഇതുപോലെ അവസാനം കുറച്ചൊന്ന് വിടുക. ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതേപോലെ ഫെവിക്കോളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പശ ഇതുപോലെ ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒന്നും കൂടി റോൾ ചെയ്യും. എന്നിട്ട് റോൾ ചെയ്തതിന് ശേഷം ആ ഒരു സൈഡ് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. പശയൊക്കെ നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ ഒരു പേപ്പർ വിട്ട് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതേപോലെ തന്നെ നമുക്കൊരു 7 റോള് ഇതേപോലെ ന്യൂസ് പേപ്പറിൻ്റെ ആവശ്യമുണ്ട്. അത് നമുക്ക് ഇതേപോലെ മുഴുവനായിട്ടും റോൾ ചെയ്ത് പശയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒട്ടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ 7 റോളും ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ വെക്കാനായിട്ട് ഒരു കോണ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതേപോലെ പഴയൊരു ബുക്കിൻ്റെ ചട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരുവിധം പഴകിയിട്ടുണ്ട്, കാരണം മോള് കളറൊക്കെ വരച്ചിട്ട് ഒരുവിധം ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ നമുക്കൊരു കോൺ ഷേപ്പിലൊന്നാക്കി കൊടുക്കുക. എന്നിട്ട് ആ 2 എഡ്ജിൻ്റെ സൈഡിലും പശ തേച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി എക്സസ് ആയിട്ട് അടിയിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ അത് നമുക്ക് കത്രിക വെച്ചിട്ട് ഒന്ന് വെട്ടി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു തൊപ്പി പോലെയാണ് ആക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ലെവലിൽ ആ ഒരു ക്രിസ്മസ് ട്രീ നിൽക്കാനായിട്ട് സഹായിക്കും. ഇനി നമുക്ക് വേണ്ട ഇതേപോലത്തെ ഒരു പാത്രമാണ് കേട്ടോ. ഏത് പാത്രമായാലും കുഴപ്പമില്ല, നമുക്ക് അടിവശത്ത് നന്നായിട്ട് ഒരു വട്ടന കിട്ടണ രീതിയിലുള്ള ഏത് പാത്രം ഇതേപോലെ എടുക്കുക. ഇനി നമുക്കിത് വീണ്ടും ന്യൂസ് പേപ്പർ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ റോളാക്കിയിട്ടല്ല എടുക്കണത്, ഇതുപോലെ ചതുരനയായിട്ടാണ് കേട്ടോ എടുക്കണത്. എന്നിട്ട് 2 പേപ്പറും ഞാൻ ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് പശ തേച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതേപോലെ നമുക്ക് ഏതെങ്കിലും ഭാഗം വിട്ട് നിൽക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അവിടെയും ഇതുപോലെ നന്നായിട്ട് പശയൊക്കെ ഒന്ന് തേച്ചതിന് ശേഷം ഒന്ന് ഒട്ടിച്ചിട്ട് സെറ്റാക്കി എടുക്കാം. ഇനി ഇത് ഉണങ്ങാനായിട്ടാണ് കേട്ടോ കുറച്ച് നേരം നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത പാത്രത്തിന് കറക്റ്റ് നമുക്ക് എത്ര ലെവൽ വേണോ അതിനനുസരിച്ചിട്ട് നോക്കുക. അതിനനുസരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ പശ തേച്ചിട്ട് നമുക്ക് ആ കറക്റ്റ് ആ ലെവലിന് ഇതേപോലെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇനി നന്നായിട്ട് ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ന്യൂസ് പേപ്പറിൻ്റെ കുഴലുകളുണ്ടല്ലോ, അത് ഇതേപോലെ ഒന്ന് പശ തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ ആ ഒരു സൈഡ് പ്രസ് ചെയ്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒട്ടാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. ഇതേപോലെ നമുക്ക് ഓരോ കുഴലുകളും നന്നായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അടിവശമൊക്കെ ഒന്ന് ഒട്ടിച്ച് സെറ്റാകുന്ന അതേപോലെ തന്നെ നമ്മൾ മേലെയും ആ ഒരു ഭാഗം ഒട്ടിച്ചു കൊടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാതും ഒരേ ലെവലിലൊന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം പശ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ താഴെയും അതുപോലെ തന്നെ മേലെയും നമുക്ക് ഒരേ സമയത്തിന് ഉണങ്ങി കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുറേ സമയം നമുക്ക് ഇതുപോലെ വേസ്റ്റ് ആവും. ഇനി നമ്മൾ ആദ്യം വെട്ടി മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കോൺ ഷേപ്പ് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ആ ഒരു കോണിൻ്റെ ഉള്ളിലേക്കായിട്ടൊന്ന് പശ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു കോണ് നമ്മുടെ ആ ഒരു മേൽഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് വെച്ചെടുക്കാം. എന്നിട്ട് ചെറിയ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അവിടെ സെറ്റായിട്ടിരിക്കും കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് ഉണങ്ങട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഇതിന് ചുറ്റിയെടുക്കാനുള്ള ഈ ഒരു സാധനം നോക്കാം കേട്ടോ. ഈ ഒരു മാലയ്ക്ക് ഒരെണ്ണത്തിന് നമുക്ക് റേറ്റ് വന്നത് 35 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു ഗോൾഡൻ കളറും അതുപോലെ തന്നെ റെഡ് കളർ സ്റ്റാറൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്.
ഞാൻ ഇതേപോലത്തെ 5 എണ്ണമാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. 5 എണ്ണം എനിക്ക് കറക്റ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ട്രീയുടെ ലെങ്ത്തിനും അതേപോലത്തെ അടിയിലുള്ള ഒരു വീതിക്ക് അനുസരിച്ചിട്ട് നമുക്കിത് ചിലപ്പോൾ കൂടുതലും കുറവൊക്കെ ആയിട്ട് വേണ്ടി വരും. ഇനി നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതേപോലെ കോണിൻ്റെ ഭാഗത്ത് ഒന്ന് പശ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ഒട്ടിക്കുന്ന സാധനത്തിൽ ഇതേപോലെ സ്റ്റാർ വരാത്തത്, അതായത് ഗ്രീൻ കളർ മാത്രം അയച്ചുള്ളതും കിട്ടും കേട്ടോ. അപ്പോൾ അതിന് റേറ്റ് വരുന്നത് 30 രൂപയാണ്. അപ്പോൾ നമുക്കിനി ഇത് പശയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചുറ്റാനായാലും പിന്നെ ആടിവശത്തൊക്കെ ഒന്ന് പിടിക്കാനൊക്കെ ആയിട്ട് എളുപ്പമുണ്ടായിരിക്കും. ഇപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും. പക്ഷേ നമ്മൾ സാവധാനം ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതേപോലെ ആ ഒരു പശ തേച്ച് കൊടുത്ത് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കുക കേട്ടോ. ഇങ്ങനത്തെ ഒരെണ്ണം ചുറ്റി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പശ തേക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് അടുത്തത് എവിടെയാണോ അവസാനിച്ചത് അവിടെ നിന്ന് രണ്ടാമത്തത് തുടങ്ങിയിട്ട് വീണ്ടും ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചുറ്റിച്ചിട്ട് എടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് തന്നെ ഒന്ന് പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഈ ഒരു സംഭവം ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അതുപോലെ എന്തെങ്കിലും ഗ്യാപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നല്ല രീതിയിൽ തന്നെ മാറ്റിയിട്ട് ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. അങ്ങനെ ഇതേ ഫുള്ളായിട്ട് ആ ഒരു 5 ഇതും നമ്മൾ ഇതേപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി ഇതിൽ വേറെ അലങ്കാരങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് അലങ്കരിക്കാനായിട്ട് കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് എന്തൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു ലേസിൻ്റെ കവറാണ് കേട്ടോ. അപ്പം ഞാനത് കറക്റ്റ് ലെവലാക്കിയിട്ട് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ചെറിയൊരു സ്ക്വയർ പീസ് ഇതേപോലെ എടുത്തിട്ട് ഇത് ഒരു കോൺ ഷേപ്പിൽ ഒന്നാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് പിന്നടിക്കുകയോ അല്ലെങ്കിൽ പശ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. അപ്പം ഞാൻ ഇതുപോലെ പിന്നടിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതേ കുറച്ച് വലിപ്പം ചെറുപ്പമുള്ളതായിട്ട് ഇതുപോലത്തെ കുറച്ച് കോണുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കൂടെ ആയിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള കളർ നൂലോ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വല്ല ചരടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഹാങ്ങിങ് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് ഇതേപോലെ വലുതും ചെറുതായിട്ട് ഓറഞ്ചും അതേപോലെ തന്നെ ഗ്രീൻ കളറിലും ഇതേപോലെ നൂലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പേസ്റ്റിൻ്റെ കവർ കൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റ് ഉണ്ടായിരുന്നു, അതേറ്റ് സ്റ്റാറും അതേപോലെ തന്നെ ഒരു കുടയുടെ ഒരു കമ്പി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ നമുക്ക് ഈ ഒരു ക്രിസ്മസ് ട്രീയിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പശ വെച്ച് ഒട്ടണതാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ ചില സ്ഥലത്ത് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാണ്ടോ ചെയ്തിട്ടുള്ളത്, അങ്ങനെ ചെയ്താലും മതി. ഇനിയിപ്പോൾ ഇതിൽ ഓൾറെഡി ത്രെഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ത്രെഡ് കെട്ടിക്കൊടുക്കാനും കുഴപ്പമില്ല. അങ്ങനെ ദേ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സംഭവം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. അപ്പം ഈ ഒരു ക്രിസ്മസ് ട്രീക്ക് എനിക്ക് വന്നിട്ടുള്ള കോസ്റ്റ് 200 രൂപയാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. ഈ ഒരു പച്ച ഈ ഒരു സംഭവത്തിന് 35 രൂപയാണ്. അപ്പോൾ അങ്ങനത്തെ ഞാൻ 5 എണ്ണമാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ടോട്ടലായിട്ടുള്ളത് 175 രൂപയാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പശയാണ്. അപ്പോൾ 25 രൂപയുടെ പശ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 200 രൂപയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഉള്ളതൊക്കെ ഞാൻ വേസ്റ്റ് മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഓരോരോ സംഭവങ്ങളാണ്. കളർ പേപ്പർ വെട്ടിയിട്ട് ഇതേപോലെ ബട്ടർഫ്ലൈ, ഫ്ലവേഴ്സ്, അതേപോലെ തന്നെ പലരുടെയും മുഖങ്ങളൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ലേസിൻ്റെ കവർ വെച്ചിട്ട് ഹാങ്ങിങ്സും അതുപോലെ തന്നെ പേസ്റ്റിൻ്റെ കവർ വെച്ചിട്ട് ഗിഫ്റ്റ് ബോക്സും ഒക്കെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഇത്രയും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അല്ലേ. കടയിലൊക്കെ പോയിട്ട് വാങ്ങുമ്പോൾ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിലും ചിലവ് കുറഞ്ഞ രീതിയിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ക്രിസ്മസ് ട്രീ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ലൈറ്റൊക്കെ വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയായപ്പോൾ ഇതാണ് കേട്ടോ ലൈറ്റ് ഓഫ് ആക്കിയതിന് ശേഷമുള്ള റിസൾട്ട്. കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.